ഞാൻ കേട്ടത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുക. ഭാര്യ എന്താണ് പേര്? ശ്രീജ. ശ്രീജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ചിത്രമാണ് അമരം. ഇതാരും പറഞ്ഞത്? എനിക്കൊരു ഉൾവിളി വന്നത്. രഹസ്യ സന്ദേശം അയച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? അതിനകത്തെ കുറെ സീനുകൾ അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, കടലിന്റെ സൈഡില് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവിടെ പോകുന്നത് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഓർത്താ പിന്നെ ചോദിക്കാന്ന് വെച്ചു. സ്വാഭാവികമായിട്ട് ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എല്ലാരും സിനിമ കാണുമ്പോൾ രസമാണെന്നൊക്കെ പറയുമെങ്കിലും പടം നല്ല കൊള്ളാം അങ്ങനെ അങ്ങനെ പറയുമെങ്കിലും ഈ കാര്യത്തിലേക്ക് വരുമ്പോ അല്ല ഇങ്ങനെയുള്ള കുറെ സീൻസ് അതിനകത്തുണ്ട്. ഒരുപാടുണ്ട്. അപ്പൊ അത് നാച്ചുറലി അത് ഒരിക്കലും മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നു. അത് പടം കല്യാണം കഴിയുന്നതിന് മുമ്പ് റിലീസായി. പക്ഷെ ഇത് പിന്നീട് വന്നത് കല്യാണത്തിന് ശേഷം ടി വിയിൽ വന്നു, ടെലിവിഷൻ. അതാണ് അതിന്റെ കാര്യം. സിനിമയാണെന്നൊന്നും അല്ലേ, അവിടെ സിനിമയൊന്നും വിട്ടുപോലോ. നമ്മളിത് അഭിനയിക്കുക ആ ഒരു സമയത്തേക്കുള്ള നമ്മുടെ ജോലിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്ന് ചെയ്യാം. ജോലിയാണെന്ന് അറിഞ്ഞ് ചെയ്യാണ്. പക്ഷെ കാണുന്നവർക്ക് ഇപ്പം ആയിരിക്കും നമ്മളൊരു അകൽച്ച വെച്ച് അങ്ങനെ ഒരു സീൻ അഭിനയിക്കാനും പറ്റരുത്. അതല്ലേ ഭരതേട്ടൻ ആദ്യം ആലപ്പുഴ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതെ അതെ കാരണം നിനക്ക് പറ്റുമോ നിനക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ തോന്നി ചേട്ടാ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ തോന്നിയെങ്കിലും നമ്മളേതോ ഒരു ശക്തി നമ്മളെ ദൈവം പറയിപ്പിച്ചു. അപ്പൊ ശ്രീജയടുത്ത് ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഒരു വലിയ ആക്ടറും ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിനെ ഇനി സ്നേഹിക്കണം. ഓക്കെ, താങ്കൾ ഞങ്ങളുടെ മേഖലയിലോട്ട് കൈവച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ കേട്ടു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമാണ്. അത് സംഗീത സംവിധായകൻ ശ്രീ അശോകൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ പടം? ഇല്ല. ഏത് സിനിമയാണ്? മനസ്സ്. ബാബു തിരുവല്ലയാണ് അതിന്റെ നിർമ്മാണവും സംവിധാനവും. ഒരു ചെറിയ കൊച്ചു പടമാണ്, പക്ഷെ നല്ല സബ്ജക്റ്റാണത്. അപ്പൊ അതിനെ പിന്നെ അഭിനയിക്കുന്നുണ്ടോ? ഞാനൊരു ചെറിയൊരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. പുതിയ ആൾക്കാരെ ബാക്കിയല്ല, ഞാനുണ്ട്, മനോജും ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം പിന്നെ പുതിയ കുറച്ച് ആൾക്കാരും. അപ്പം അല്ല, ഇതിനെ ഈ സംഗീത സംവിധാനം എന്ന് പറയുമ്പോൾ കുറേ കാലം കൊണ്ട് മനസ്സിൽ എങ്ങനെ വന്ന കൂടി ഒരു മോഹമാണ്. ഈ പാട്ട് പാടുന്നുള്ള ഒരൊറ്റ ആ ഒരു ധൈര്യമോ ആ ശക്തി കൊണ്ടാണ് അതൊക്കെ തോന്നാൻ കാര്യം. ഞാൻ പണ്ട് കുറേ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് സ്വയം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിങ്ങനെ മനസ്സിൽ വെച്ചു. അപ്പോൾ ഈ കോവിഡ് സമയത്ത്, കോവിഡിന് തൊട്ട് മുമ്പ് ഈ പാട്ടൊക്കെ ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പോയി. എൻ്റെ ഒരു തൃപ്തി വേറൊന്നുമല്ല, കയ്യിൽ നിന്ന് കാശോ കൊടുത്ത് റെക്കോർഡ് ചെയ്തു. അത് യൂട്യൂബിലേക്ക് ഇട്ടു. അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടു. അത് അപ്പം തുടങ്ങിയ ഒരു സംഭവമാണ് മനസ്സിൽ, ഒരു പാട്ട് കമ്പോസ് ചെയ്താലോ, ഭാഗ്യപരീക്ഷമായിരിക്കാം എന്നാലും ശരി. അങ്ങനെയാണ് ഞാൻ ആദ്യം ഞാൻ അഭിനയിക്കാനായിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതിനകത്ത് പാട്ടുണ്ടോ ചോദിച്ചു. ആ പാട്ടുണ്ട് പറഞ്ഞു. അത് മ്യൂസിക് ഡിസൈഡ് ചെയ്ത് വെച്ചു. ഡിസൈഡ് ചെയ്തു. അപ്പം എന്താ ചേട്ടാ ചോദിച്ചു. അതൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതിപ്പോൾ ഒരു കാര്യം ചെയ്യാം, 2-3 പാട്ടുണ്ട്, ഒരു പാട്ട് നമ്മുടെ ചേട്ടൻ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷമായി. പക്ഷെ ആ പടം നടന്നില്ല. അപ്പോഴത്തെ കോവിഡ് വന്നു. കോവിഡ് വന്നൊരു വർഷമായപ്പം ഈ സംഭവങ്ങളെല്ലാം മാറി, എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. രണ്ടാമതൊരു പ്രൊഡ്യൂസർ വന്നു, അത് അഭിനയിക്കാൻ വിളിച്ച. അപ്പോൾ ഞാൻ പുള്ളിയോട് ഈ മോഹം ഞാൻ പറഞ്ഞു. അത് ഇവരൊക്കെ എനിക്കറിയാവുന്നവരാണ്. അതും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പുള്ളിയുടെ വൈഫിന് സുഖമില്ല വന്നപ്പം ആ പ്രോജക്റ്റ് തൽക്കാലത്തേക്ക് മാറി. അപ്പോൾ എന്നോട് ചോദിച്ചു, പാട്ട് ആരെഴുതും എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പരിചയമുള്ള 2 പേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് രണ്ടാമത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലിപ്പം എനിക്ക് തോന്നി ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ കൊണ്ട് എഴുതാന്നുള്ള. അത് പുള്ളിയെ വിളിച്ചാൽ വരുമോ? പുള്ളിയെ പ്രത്യേക ഒരു ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? അങ്ങനെ അത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സംസാരിക്കാം, എനിക്കത് കോൺഫിഡൻസ് ഉള്ളത് പറഞ്ഞു. അങ്ങനെ തമ്പിച്ചേട്ടനെ വിളിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഓക്കെ പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ കമ്പോസ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്യാൻ ചെന്നായിരുന്നു. എഴുതരാം, ഞാൻ എഴുതരാം എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രൊഡ്യൂസർ പുള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെ ആയി. കാരണം വൈഫിന് സുഖമില്ല പറഞ്ഞുകൂടി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ.
അതങ്ങനെ അങ്ങ് അത് നിന്നപ്പം ഞാൻ ഈ ശ്രീകുമാരൻ നമ്പിച്ചോറിൻ്റെ വാക്കും പറഞ്ഞു, ഞാൻ കാണാമെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ ആ ഡേറ്റും കഴിഞ്ഞു. എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി. കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ധാരണ തന്നെ മാറില്ലേ. ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് ഈ ബാബുവിൻ്റെ പണം കമ്മിറ്റ്മെൻറ്റ് വരുന്നത്. ഞാൻ ബാബുവിനെ അങ്ങനെ വിളിച്ചു. ബാബു ഞങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയാണ്, നമ്മുടെ ഈ പടത്തിൽ പാട്ട് വല്ലതും ഉണ്ടോ ചോദിച്ചു. അവർ ഇതിനകത്ത് പാട്ടില്ല, സംഭവമൊന്നുമില്ല, അത് അശോകന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് സംസാരിച്ച് അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് സിറ്റുവേഷൻ നോക്കട്ടെ, ഞാൻ വിളിക്കാൻ തോന്നുന്നു. എന്നെ കുറേ ബാബു വിളിച്ച് പറഞ്ഞു നമുക്ക് വേണേൽ ചെയ്യാം കേട്ടോ, പാട്ടുണ്ടോ. ഹാപ്പിയായി, കറക്റ്റ് സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ അപ്പം ആരാ എഴുതി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ട് തമ്പിച്ചേട്ടനോട്, അത് പുള്ളി ഓക്കെ ആയി. പിന്നെയാണ് ആ പാട്ട് പുള്ളി എഴുതി കമ്പോസിങ്ങും ചേട്ടനാണ് പാടിയത്. നമ്മളത് മറന്നിട്ടല്ല കേട്ടോ, ഞാൻ പറയണോ കാര്യം പറയണല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. അശോകൻ ഒരു പാട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ആവറേജിന് താഴെ വരില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വളരെ സിമ്പിളായിട്ടൊരു പാട്ടുമാണ്, പാത്തോസ് ആണ് ഇത്. എന്നാലും വലിയ സംഭവങ്ങളൊന്നും അടിപൊളിയൊന്നും പാട്ടൊന്നുമല്ല, എന്നാലെന്താ മോശമാകത്തില്ല, ഭംഗി കാണും എന്നുള്ള ഉറപ്പാണ്. കുഴപ്പം വരത്തില്ല, വിശ്വാസമുണ്ട്.